ഇതാണ് എന്റെ കുടുംബം, എന്റെ സന്തോഷം. ചട്ടമ്പി പാറു ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 7:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. സിസ്റ്റർ, മാസ്ക് എടുത്ത് മാറ്റിക്കോളൂ. ആ, കുറച്ച് ബെറ്ററാണ്. അങ്കിൾ, നേരെ ഇത്രയായതുകൊണ്ട് വേറൊന്നും കിട്ടിയില്ല. കട്ടച്ചായയും ബിസ്ക്കറ്റും ഉണ്ട്. ആ, അത് നന്ദിനിക്ക് കൊടുക്ക. അപ്പൊ ഡാഡിക്ക് കഴിക്കാനല്ലേ? രാവിലെ മുതൽ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ വാടി നിൽക്കുന്നത് കണ്ടില്ലേ? മോളെ നന്ദിനി, ഇത് വാങ്ങി കഴിക്ക. എനിക്ക് വേണ്ട സർ. ഇത് വാങ്ങിച്ച് കഴിക്കും മോളെ. കരയാനാണെങ്കിലും ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ പറ്റൂ. ഇങ്ങതാ. കഴിക്കേ. വേണ്ട സർ. കഴിക്കേ. വേണ്ട. സുദേവനെ നീ എങ്ങനെ കാണുന്നു അതേപോലെ തന്നെ നിനക്ക് എന്നെയും കാണാം, സ്വന്തം അച്ഛനായിട്ട്. വിജയ്, നമുക്ക് അവിടെ ചെന്നിരിക്കാം. എന്താ മോളെ? ഒന്നല്ല സർ. സാർ മാത്രം എന്താ ഞങ്ങളോട് ഇങ്ങനെ കാരുണ്യം കാണിക്കുന്നത്? കുഞ്ഞിലെ ഞാൻ വലിയ സമ്പന്നനൊന്നും ആയിരുന്നില്ല. ഞാൻ ജീവിച്ച അവസ്ഥ എന്തായിരുന്നെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ നിന്റെ വേദന, നിന്റെ അച്ഛന്റെ സങ്കടം, ഇതൊക്കെ എന്റെ നെഞ്ചിൽ തട്ടും. ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നല്ലതല്ലേ? അങ്കിൾ അവളെ ഇവിടെ പിടിച്ചേർത്തിയാൽ അത് നല്ല കാര്യമല്ലേ? അവളിവിടെ നിൽക്കേണ്ടത് അത്യാവശ്യം തന്നെ. പക്ഷെ അവൾക്ക് ഡാഡി ബിസ്ക്കറ്റ് കൊടുക്കുന്ന രീതിയുണ്ടല്ലോ, അവളുടെ അച്ഛനെ പോലെ തന്നെ കണ്ടോളം പറഞ്ഞില്ലേ, അതാ എനിക്ക് പിടിക്കാത്തത്. അവള് നമ്മുടെ വീട്ടിൽ നിൽക്കാൻ തീരുമാനിച്ചാലും ഈ പ്രകടനമൊന്നും ഞാൻ അനുവദിച്ചു കൊടുക്കില്ല. നന്ദിനി വീട് വിട്ട് പോകാനും പാടില്ല, വീട്ടിലാരും നന്ദിനിയെ സ്നേഹിക്കാനും പാടില്ല. അതെ, കല്യാണ ദിവസം ആ മണ്ഡപത്തിൽ കുറെ അലങ്കാരങ്ങൾ കൊണ്ടുവന്ന് നിർത്തിയിരുന്നല്ലോ, അതിലൊരു തൂണായിട്ട് മാത്രമേ ഞാൻ അവളെ കരുതിയിട്ടുള്ളൂ. അല്ലാതൊരു വെറും വേലക്കാരിയെ മനുഷ്യ കൂട്ടത്തിൽ കൂട്ടാൻ ഞാനില്ല. സിസ്റ്റർ, ആ 355 റൂമിലെ പേഷ്യന്റ് അല്ലേ? അവരൊന്ന് നോക്കാം ഡോക്ടർ. ഓളിത് കഴിച്ചോ? ഞാനേ സുദേവൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ട് വരാം. 401 പേഷ്യന്റിന് ഇഞ്ചക്ഷൻ കൊടുക്കണം കേട്ടോ. ഓക്കെ ഡോക്ടർ? പേടിക്കാനൊന്നുമില്ല. ഇപ്പൊ അദ്ദേഹത്തിന്റെ നില വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഡിസ്ചാർജിന് എഴുതിയിട്ടുണ്ട്. കൂട്ടിക്കൊണ്ടു പോയിക്കോളൂ. വാ മോളെ. വാ. എങ്ങോട്ടാ? അയാളെ കാണണ്ടേ? പിന്നെ അയാളെ കണ്ടിട്ട് എന്ത് കിട്ടാന്? മോളെ, സാറ്. സുദേവ, മോള് പേടിച്ചോ?
ഒന്ന് കൊളുത്തി വലിച്ചപ്പോ തീർന്നു എന്ന് അച്ഛൻ കരുതിയത്. അച്ഛാ, ഇനിയും കാണാൻ ഒരുപാട് ബാക്കിയുണ്ടാവും. അതാ കൊണ്ടുപോണ്ടെന്ന് വെച്ചത്. സുദേവ, അങ്ങനെയൊന്നും സംസാരിക്കാതെടും. ഇങ്ങനൊരു കാര്യം നടന്നതിന്റെ പേരിൽ തന്നെയോ തന്റെ കുടുംബത്തെയോ ഞാൻ ഒറ്റപ്പെടുത്തില്ല. നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. മോളെ, അച്ഛനൊന്ന് എഴുന്നേറ്റിരിക്കട്ടെ. തന്റെ മനസ്സിലെ ആദ്യം എനിക്കറിയാം. ഇപ്പൊ ഈ വേദന ഈ വിവാഹം നടന്നതിന്റെ പേരിലല്ല, നന്ദിനിയുടെ മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ചുള്ളതാ, അല്ലേ? ഞാൻ ഈ നേരം വരെ മോളോട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. നിങ്ങൾ ഈ കാര്യത്തിൽ വാശി കാണിക്കരുത്. നന്ദിനി വീട്ടിൽ നിൽക്കട്ടെ. സർ, മോളുടെ അച്ഛന്റെ മുഖത്തേക്കൊന്ന് നോക്ക്. അയാളത് ആഗ്രഹിക്കുന്നില്ലെന്ന് ഒന്ന് ചോദിച്ചു നോക്ക്. എല്ലാം ശരിയാവുന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അതേ വിശ്വാസത്തിൽ മോൾക്ക് ഞങ്ങളുടെ കൂടെ നിൽക്കാം. എന്നിട്ട് കുറെ നാൾ കഴിയുമ്പോ ഒന്നിനോടും പൊരുത്തപ്പെടാൻ കഴിയില്ല എന്ന് തോന്നിയ അന്ന് ഞാൻ മോളെ തടയില്ല. ഒരു പെൺകുട്ടിയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചതിന്റെ പേരില സൂര്യ എങ്ങനെയായി തീർന്നത്. അവനെ മാറ്റിയെടുക്കാൻ മറ്റൊരു പെൺകുട്ടിയുടെ സ്നേഹത്തിനെ കഴിയൂ. നിനക്കതിന് കഴിയും മോളെ. ഏറ്റവും ചുരുങ്ങിയത് കുറച്ചു നാളുകൊണ്ട് അവന്റെ മദ്യപാനശീലമെങ്കിലും ഒന്ന് മാറ്റിയെടുക്കാൻ. ഈ നാട്ടിൽ മദ്യപിക്കുന്നവരെ ചികിത്സിക്കുന്ന എത്രയോ സ്ഥാപനങ്ങളുണ്ട് സർ. സാറിന്റെ മോനെ അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയാൽ പോരെ? അതിനെന്തിനാ ഞാൻ? അച്ഛാ, നമുക്കിവിടെ നിന്ന് തന്നെ തിരിച്ചു പോണം. മോളെ, ഈ അവസ്ഥയില് അച്ഛൻ നിന്നെ കൊണ്ട് നാട്ടിലേക്ക് പോയാ ആളുകൾ കൂട്ടം കൂടി നിന്ന് പരിഹസിക്കില്ലേ, കൂവി പിടിക്കില്ലേ? ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു കല്യാണം നടന്നിട്ട് അന്ന് തന്നെ താലിയൂരി വന്നവളെന്ന് പറഞ്ഞ അത് നിനക്ക് മാത്രമാണോ കളങ്കം ഉണ്ടാക്കുക? കാർത്തൂന്, പിച്ചുവിന്, എല്ലാരെയും ബാധിക്കില്ലേ? അച്ഛൻ എന്തായി പറയുന്നത്? മോളെ, അച്ഛൻ എല്ലാരെയും നോക്കണ്ടേ? ഗതികേടുണ്ട്, പ്രാരാബ്ദമുണ്ട്. പക്ഷേ അന്തസ് കെട്ട കുടുംബം ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. അത് പറയിപ്പിക്കണം. ഇവിടെ കിടന്ന് അച്ഛൻ കുറെ ആലോചിച്ചു. സാറ് പറയുന്ന പോലെ നീ ഇവിടെ നിൽക്കുന്നതാ ശരി.